ഇന്ന് നമ്മൾ തയ്യാറാക്കണത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് 1 കപ്പ് പച്ചരി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതായിപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ മാറ്റി വെച്ചിട്ട് 4 മണിക്കൂറായി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. കൂടെ തന്നെ 1/2 കപ്പ് അവൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം കുതിർത്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അവൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ചോറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാവില്ലേ, ഇത് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു കുഞ്ഞു മിക്സ് കൂടെ തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കണ്ടോ ഇതുപോലത്തെ ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ. ഇതാ ഇതുപോലെയാണേ. നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ മുളകിൻ്റെ കൂട്ടില്ലേ, ഇത് നമുക്ക് നമ്മുടെ പച്ചരി മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പച്ചരിയൊക്കെ അരച്ചെടുത്തില്ലേ, ആ കൂടെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നമുക്ക് അരച്ചിട്ടെടുക്കാനും പറ്റുവേ. അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇതായിപ്പോൾ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണേ. നമ്മുടെ ദോശമാവിനെ കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ഒരു പാകം. ഇനി നമ്മുടെ ഈ മാവ് നമുക്ക് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റ് തന്നെ മതിയാകുവേ. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ വെള്ളത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. മുഴുവനെന്താ ഇതുപോലെ വെള്ളം കളഞ്ഞിട്ടെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് തന്നെ ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് മുളക് പൊടി ചേർത്തിയാൽ മതിയേ. നമ്മളിത് ഈ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതും നമുക്കിനി ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിയുടെ മാവില്ലേ, ഇതിൽ നിന്നും 1 തവി മാവാണ് ഒഴിച്ചു കൊടുക്കണേ. ഇതിനി പരത്തി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സില്ലേ, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നമുക്ക് ചേർക്കാവേ. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ചെണ്ണ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. വളരെ കുറച്ച് എണ്ണ മാത്രം മതിയേ. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യണേ. ഇനി ഇത് മൂടി വെച്ചിട്ട് മറ്റേ സൈഡ് നമുക്ക് നന്നായി തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചേർത്തിയ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായി തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുവേ. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളിതാ ഈ ഒരു അളവിലാണ് പച്ചരിയൊക്കെ എടുക്കണതെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള 7 എണ്ണമാണ് കേട്ടോ കിട്ടുക. പച്ചരിയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്